നമസ്കാരം. ന്യൂ SCERT സീരീസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വരുന്ന ചാപ്റ്റേഴ്സാണ് നോക്കിക്കൊണ്ടിരുന്നത്. 5 ചാപ്റ്റേഴ്സ് നോക്കി. ആ വീഡിയോ കാണാത്തവർ കാണുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത് നോക്കാം. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ സംവിധാനം കൂടിയാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ സർവ്വതല സ്പർശിയായ വ്യാപനത്തിനു വേണ്ടി ഭരണഘടന അനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഭരണഘടന അനുസൃതം നിലവിൽ വന്ന കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് അറിയാം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. കമ്മീഷനുകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ കുറേ പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനായി നടപടി, മനുഷ്യാവകാശ ലംഘനം കമ്മീഷൻ കേസെടുത്തു, ലോകസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി, സ്ത്രീ സുരക്ഷാ നടപടികൾ അനിവാര്യം, ന്യൂനപക്ഷാവകാശ സംരക്ഷണം കമ്മീഷൻ ഇടപെട്ടു. മുകളിൽ കൊടുത്തിരിക്കുന്ന വാർത്തകളിൽ ജനാധിപത്യത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള വ്യത്യസ്ത സംവിധാനങ്ങളെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അവ എന്തെല്ലാമാണ്? അപ്പോൾ ഏതൊക്കെ കമ്മീഷനുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഫസ്റ്റ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, പിന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വനിതാ കമ്മീഷൻ, പിന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പിന്നെ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ഉറവിടം ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യവുമാണ്. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്തെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അരികുവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവ്വം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു. മുകളിൽ സൂചിപ്പിച്ച സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തെ സഹായിക്കുന്നതെന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഓരോ കമ്മീഷനുകളായിട്ട് നോക്കാം. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ആർട്ടിക്കിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ ആർട്ടിക്കിൾ 324 പ്രകാരം 1950 ജനുവരി 25 രൂപം കൊണ്ടത്. അതായത് ഭരണഘടന നിലവിൽ വരുന്നതിൻ്റെ തലേ ദിവസമാണ് ഇത് നിലവിൽ വന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയുമാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അപ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരമാണ് 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും, അതായത് 3 അംഗങ്ങളുള്ളൊരു കമ്മീഷനാണ് നിലവിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധി. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ.
കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. അവരാണ് തെരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സുപ്രധാനമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനായിട്ട് രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വളരെ സുപ്രധാനമായ ചുമതലകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. സുതാര്യത ഉറപ്പുവരുത്താനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് VVPAT. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നത് കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. 1982 ആദ്യമായിട്ട് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കിയത് കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. ആദ്യമായിട്ട് 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും, അതായത് ഫുള്ള് ഇന്ത്യ മൊത്തം 2004 ഉപതെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണുള്ളത്. സുതാര്യത ഉറപ്പുവരുത്താനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് VVPAT. നമ്മൾ എന്ത് ചെയ്തത് അതിൽ കാണുന്നൊരു ഓപ്ഷൻ അതാണ്. നമുക്ക് വോട്ട് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇവിടെ ഒരു സംഭാഷണം നോക്കാം. എനിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാക്കണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും തിരിച്ചറിയൽ കാർഡ് നൽകുന്നതുമൊക്കെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താ നോക്കാം. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെൻ്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ്. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സംഭാഷണത്തിൽ നിന്നും വ്യക്തമായല്ലോ. മറ്റെന്തൊക്കെ ചുമതലകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർവഹിക്കാനുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പാക്കലും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും. തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും. തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും എന്നിവയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. നമുക്ക് ഈ നിയമങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഈ നിയമങ്ങൾ എന്തൊക്കെ നിയമങ്ങളാണ്? 327 വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. നമുക്ക് ഈ നിയമങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഈ നിയമങ്ങൾ നോക്കാം. ജനപ്രാതിനിധ്യ നിയമം 1950, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണ്ണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ 1950ലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണ്ണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അടുത്തത് ജനപ്രാതിനിധ്യ നിയമം 1951, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള നിയമമാണ് 1951ലെ ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ജനപ്രാതിനിധ്യ നിയമം 1951 പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള നിയമമാണ് 1951ലെ ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ 2 നിയമങ്ങളാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലം നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950ലെ ജനപ്രാതിനിധ്യ നിയമം. മറ്റേത് ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള നിയമമാണ് 1951ലെ ജനപ്രാതിനിധ്യ നിയമം.
തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് 1950 ജനപ്രാതിനിധ്യ നിയമത്തിനെയാണ്. പാർട്ടികളെക്കുറിച്ചും പാർട്ടികളുടെ രജിസ്ട്രേഷനെക്കുറിച്ചും ചിഹ്നങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള മാനദണ്ഡങ്ങളെ പറയുന്നത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലാണ്. ഇവിടെ ദേശീയ സമ്മതിദായക ദിനം പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത്, നാഷണൽ വോട്ടേഴ്സ് ഡേ. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനും വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമങ്ങളാണ് ജനപ്രാതിനിധ്യ നിയമം 1950, ജനപ്രാതിനിധ്യ നിയമം 1951. ജനപ്രാതിനിധ്യ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഭരണഘടനയുടെ 327 വകുപ്പ് പ്രകാരമാണ്. അതായത് ആർട്ടിക്കിൾ 327 പ്രകാരമാണ് ഈ ജനപ്രാതിനിധ്യ നിയമങ്ങൾ വന്നത്. അപ്പോൾ പ്രാതിനിധ്യ നിയമം 1950 പറയുന്നത് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, അതിർത്തി പുനർനിർണയം, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുക. എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനത്തെക്കുറിച്ചും വ്യവസ്ഥ ചെയ്യുന്നത് ഈ നിയമത്തിലാണ്. പിന്നെ ജനപ്രാതിനിധ്യ നിയമം 1951 പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുക, തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്ക് പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ചൊക്കെ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും വ്യവസ്ഥ ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചിട്ട് ഈ നിയമത്തിലാണ് പ്രതിപാദിക്കുന്നത്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്നിവ വ്യവസ്ഥ ചെയ്യുന്നു. അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണിത് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. ഇവ നിലവിൽ വന്നത് 73-74, അതായത് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാനങ്ങൾ ഇത് ഭരണഘടനയുടെ 243 243 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അനുച്ഛേദം 324 പ്രകാരമാണ്. ഇത് 243 243 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് മാത്രമാണ് മേൽനോട്ടം വഹിക്കുന്നത്. അല്ലാതെ കൺഫ്യൂഷൻ വരുന്നത് സംസ്ഥാനങ്ങളിലെ മറ്റ് ഇലക്ഷനുകളൊക്കെ, പാർലമെൻറ്റ് നിയമസഭാ ഇലക്ഷനൊക്കെ നോക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുന്നത് വെറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ മാത്രമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. അപ്പോൾ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 അടുത്ത്, ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ
സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുക എന്ന കർത്തവ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. രാജ്യത്തിലെ വിവിധ തലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാക്കുന്നു. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് സുകുമാർ സെൻ ആണ്. നിലവിലെ ഇപ്പോൾ 26ാമത്തെ കമ്മീഷണറാണ് നിലവിലുള്ളത്. ഗ്യാനേഷ് കുമാറാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ട് ഉള്ളത്. അതുപോലെ കേരളത്തിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നിരിക്കുന്ന കലണ്ടറിലെ തീയതി ശ്രദ്ധിച്ചല്ലോ. ഡിസംബർ 10. ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനമാണ്. അപ്പം നമുക്ക് നോക്കാം. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളെ ഇല്ലാതാക്കിയിട്ട് പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതുമായ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടിട്ടുള്ളത്. 1993 സെപ്റ്റംബർ 28-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇത് പ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതുമായ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു നമ്മൾ 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രകാരമാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്.
ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ, വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും കമ്മീഷൻ്റെ അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങൾ നിയമിക്കുന്നത്. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. ഏതാണോ ആദ്യമാവുന്നത് അതാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച് കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച് കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 1993 ഒക്ടോബർ 12 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 നിലവിൽ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. ദേശീയ കമ്മീഷനിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. മനുഷ്യരെന്ന നിലയിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണവും അർത്ഥവത്തുമാകുന്നത്. പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അതിലൂടെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കുക. അപ്പോൾ തുല്യനീതി ഉറപ്പുവരുത്തുക, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ പറയുന്നത്. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനുള്ളത്. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനുള്ളത്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇവിടെ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക
മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വയ്ക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വയ്ക്കുന്നു. വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക എന്നിവയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമം 2005. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. ജീവിത പങ്കാളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം 2005. 2005 നിയമം 2006 ഒക്ടോബർ 26-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ജീവിത പങ്കാളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൽ. ഈ നിയമത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ചാനലിൽ ചെയ്യാം. അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ. 1996 മാർച്ച് 14-നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരി ആയിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷന്റെ ചുമതലകളിൽപ്പെടുന്നു. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992
ജനുവരി 31-നാണ്. പരസ്പരം മാറിപ്പോരുത്. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31-നാണ് നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് അംഗങ്ങൾ. 3 വർഷമാണ് ഇവരുടെ ഔദ്യോഗിക കാലാവധി. അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷന് ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങളാണ് ഉള്ളത്. കവയിത്രി സുഗതകുമാരിയായിരുന്നു കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. പിന്നെ 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ വനിതാ കമ്മീഷന് 3 വർഷമാണുള്ളത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് കമ്മീഷൻ്റെ ചുമതലകൾ. ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലിംഗനീതി അതിൽ ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കാലാകാലങ്ങളിൽ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം ഇടപെടലുകളിലൂടെ സ്ത്രീകൾക്ക് തുല്യാവകാശവും അവസരവും ഉറപ്പാക്കി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ ഇതാണ് വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇവിടെ ന്യൂസ് ഉണ്ടോ? ന്യൂസാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കണം. ന്യൂനപക്ഷ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. ഭാഷാ ന്യൂനപക്ഷങ്ങളിൽ ലിപി സംരക്ഷണം അനിവാര്യം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക. ന്യൂനപക്ഷ അവകാശ ആവശ്യങ്ങളുമായി സംഘടനകൾ. മുകളിൽ കൊടുത്തിരിക്കുന്ന ടെലിവിഷൻ വാർത്തകൾ ശ്രദ്ധിക്കും. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ന്യൂനപക്ഷ സംഘടനകൾ ഉന്നയിച്ച ആവശ്യങ്ങളാണ് വാർത്തയിൽ. അവ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. മതഭാഷാ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ സുപ്രധാന ചുമതല. 1993 മെയ് 17-നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. അപ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. മതഭാഷാ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ സുപ്രധാന ചുമതല. 1993 മെയ് 17-നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17-നാണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 7 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച് റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിനു വേണ്ടി വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ചുമതലകൾ എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച് റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നിവയാണ് ചുമതലകൾ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ.
2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഭരണഘടനാനുസൃതമായി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 7 അംഗങ്ങളാണുള്ളത്. ഇവിടെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണുള്ളത്. കമ്മീഷനിലുള്ളവർ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ദേശീയ കമ്മീഷൻ്റെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. അപ്പം ഭരണഘടനാനുസൃതമായി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നതിനെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതല. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് ഈ കമ്മീഷനാണ്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉൾച്ചേരലും ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമാണ്. ന്യൂനപക്ഷ ഭാഷാ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ തുടങ്ങിയവരുടെ ഉന്നമനവും പുരോഗതിയും ഇതിന് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ന്യൂനപക്ഷ ക്ഷേമം ഭൂരിപക്ഷത്തിൻ്റെയും ചുമതലയാണെന്ന പൊതുബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അടുത്തത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ. ഇവിടെ ഒരു കോട്സ് കൊടുത്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കായി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നെഹ്റു അഭിപ്രായപ്പെടുന്നത്. റോഡുകൾ, വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്നിവയാണ് ആദ്യം അവർക്ക് നൽകേണ്ടത്. അപ്പോൾ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നതും പ്രധാനമാണ്. 2004 2 കമ്മീഷനുകളും നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇതിനോടൊപ്പം അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നതും പ്രധാനമാണ്. 2004 2 കമ്മീഷനുകളും നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. 1989 ഈ നിയമം നിലവിൽ വന്നത്.
ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷ നടപടികൾ എന്തെല്ലാമെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 പറയുന്നത് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ നിലവിൽ വന്ന നിയമമാണിത്. 1989 നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഈ നിയമം പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നിയമലംഘനങ്ങളും എന്തെന്നും കുറ്റക്കാർക്കുള്ള ശിക്ഷ നടപടികൾ എന്തെല്ലാമെന്നും ഇവരുടെ പുനരധിവാസം എങ്ങനെയായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക എന്നിവയാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ. എന്തൊക്കെയാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക, ഈ വിഭാഗങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പിന്നെ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക, കൂടാതെ പട്ടികജാതി ക്ഷേമത്തിനുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വിലയിരുത്തുക എന്നിവയൊക്കെയാണ് ഈ കമ്മീഷന്റെ ചുമതലകൾ. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളുമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനിലുള്ളത്. സംസ്ഥാന പട്ടികവർഗ കമ്മീഷനിലുള്ളത് ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളുമാണ് ഉള്ളത്. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷന്റെ ചുമതലകളിൽപ്പെടുന്നു. കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. കൂടാതെ പ്രസ്തുത വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും അവരുടെ പുരോഗതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നു. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ജനവിഭാഗങ്ങളെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാകുകയുള്ളൂ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുന്നു. ചരിത്രഗതിയിൽ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ജനവിഭാഗങ്ങളിൽ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാകുകയുള്ളൂ. അവരുടെ സവിശേഷമായ പാരമ്പര്യ അറിവുകളും സംസ്കാരവും തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം ആധുനിക സമൂഹത്തിൽ ഈ ജനതയുടെ ഉൾച്ചേരലും ഉറപ്പാക്കേണ്ടതുണ്ട്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഈ പ്രക്രിയയുടെ ആക്കം കൂട്ടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യുന്നു. അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ നിലയുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. ഡോക്ടർ BR അംബേദ്കർ 1927 ഫെബ്രുവരി 24 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബജറ്റ് പ്രസംഗത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ്. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകും. പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ് എന്നത് ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണിത്.
രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി. അപ്പോൾ രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിക്കുന്നത് ഇവിടെ പിന്നാക്ക വിഭാഗങ്ങളെ സാമൂഹികമായും സാമ്പത്തികമായും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. 1993 കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭ്യമായി. ഓക്കെ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമെന്ന് നോക്കാം. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമായുള്ള ശുപാർശകൾ നൽകുക. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകുക. പിന്നോക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇതൊക്കെയാണ് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ. ഇവിടെ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലയിൽ വന്നത് 1993 3 വർഷമാണ് കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കാലാവധി. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അതുപോലെ തന്നെ കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 3 വർഷമാണ് കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലയിൽപ്പെടുന്നു. അപ്പോൾ പ്രസ്തുത ജനവിഭാഗങ്ങളെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നത് കമ്മീഷന്റെ ചുമതലയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്തത് ജനാധിപത്യത്തിൻ്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ പങ്ക്. വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാകുകയുള്ളൂ. വിശാലമായ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും സാമൂഹിക നീതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ ഈ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാകുകയുള്ളൂ. ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ വിജയവും പരാജയവും ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം രാഷ്ട്രീയ പ്രക്രിയയിൽ ഉറപ്പാക്കുന്നതിൽ മുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭരണഘടനേതര സ്ഥാപനങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. ഉദാഹരണമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരരുടെ രാഷ്ട്രീയാവകാശങ്ങൾ സ്വതന്ത്രമായും നിർഭയമായും വിനിയോഗിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ അടിത്തറ വിപുലമാക്കുന്നു. 1951-52 കാലഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം ശാക്തീകരിക്കുന്നതിനും സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നിർണ്ണയിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ
തെരഞ്ഞെടുപ്പ്, സാക്ഷരത കൈവരിക്കൽ തുടങ്ങിയ കമ്മീഷൻ നിർവഹിച്ചു വരുന്ന ധർമ്മങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ കാരണങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്ക് വഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിനപ്പുറം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വിഷമതകൾ പ്രത്യേകമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മമാണ് മേൽ സൂചിപ്പിച്ച കമ്മീഷനുകൾ നിർവഹിക്കുന്നത്. സാമൂഹിക പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനൊപ്പം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ കമ്മീഷനുകൾ ശ്രമിക്കുന്നുണ്ട്. പൗരാവകാശ സംരക്ഷണത്തോടൊപ്പം മനുഷ്യരിൽ അന്തർലീനമായ അന്തസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ വ്യാപനത്തിന് അനിവാര്യമാണ്. ഇത്തരം അവകാശങ്ങൾ ഉറപ്പുവരുത്തി ജനാധിപത്യ പ്രക്രിയയെ ദൃഢമാക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്തുത്യർഹമായ പങ്കുവഹിക്കുന്നത് വനിതകളുടെ സാമൂഹികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുന്നതിനും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായകമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ വനിതാ കമ്മീഷൻ ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും തുല്യപരിഗണനയും ഉറപ്പുവരുത്തേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിലൂടെയും ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെയും ന്യൂനപക്ഷ കമ്മീഷൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ സാമൂഹിക, സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അവരുടെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ പട്ടികജാതി, പട്ടികവർഗ കമ്മീഷനുകൾ വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥകൾ പരിഹരിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമാക്കുകയെന്ന ജനാധിപത്യവൽക്കരണമാണ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിർവഹിക്കുന്നത്. ഇപ്രകാരം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾച്ചേരുകയും രാഷ്ട്രീയ അവകാശങ്ങളുടെ വിനിയോഗം സാധ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സാമൂഹിക, സാമ്പത്തിക തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു. ഇത്രയൊക്കെയാണ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. വീണ്ടും ഇവിടെ 2 കമ്മീഷനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ 65 വയസ്സുമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷന്റെ മുഖ്യ ചുമതല. സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങൾക്കായി നിയമനങ്ങൾ നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. കേരളത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് സംസ്ഥാന സർക്കാർ നിയമനങ്ങൾ നടത്തുന്നത്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതുപോലെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. ദേശീയ ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള കമ്മീഷനാണ്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 6 അംഗങ്ങളുമാണ്, ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.